കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഇന്ത്യ ചരിത്രം എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല. 300 വർഷത്തിലധികം അനുഭവിച്ച അടിമത്വത്തിൽ നിന്നും രാജ്യം പുറത്തു കടന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലായിരുന്നു. സമരങ്ങളും സഹനങ്ങളും കൊണ്ട് രാജ്യം പൊരുതിയ വർഷങ്ങൾ. സമരചരിത്രം മാത്രമല്ല, കലയും കളിയും കാര്യങ്ങളും ഏറെയുണ്ട് പറയാൻ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ രാജ്യത്തെ സമസ്ത മേഖലയിലും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ലഘു അവതരണമാണിത്. വിട്ടുപോയ പലതും ഉണ്ടാകാം. എങ്കിലും ഇന്ത്യ ചരിത്രത്തിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് 1900 മുതൽ 1999 വരെ കാലക്രമത്തിൽ പറയുന്നു. 1900 മുതൽ 1915 വരെയുള്ള കാലം ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ചരിത്രം അവസാനിക്കുന്നതേയില്ല. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വർഷം 1900. 1900-ൽ ഇന്ത്യയിലുണ്ടായ കടുത്ത ക്ഷാമം മുംബൈ, മറ്റു മധ്യ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, രാജപുത്തന, ബറോഡ എന്നിവിടങ്ങളെയാണ് ഏറ്റവും അധികം ബാധിച്ചത്. 4-ൽ1 വിഭാഗം ഇന്ത്യക്കാരാണ് ക്ഷാമം മൂലം അന്ന് വലഞ്ഞത്. വൈസ്രോയ് കഴ്സൺ പ്രഭു സർ ആന്റണി മക്ഡൊണാൾഡിന്റെ അധ്യക്ഷതയിൽ ഒരു ക്ഷാമ നിവാരണ കമ്മീഷനെ നിയമിക്കുകയും കമ്മീഷൻ ക്ഷാമത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ക്ഷാമത്തിനും 230 വർഷങ്ങൾക്ക് മുൻപ് 1770-ൽ ബംഗാളിൽ ഉണ്ടായ ക്ഷാമത്തിൽ ഏകദേശം 1 കോടിക്കടുത്ത ആൾക്കാരാണ് മരണപ്പെട്ടത്. 1770-നും 1900-നും ഇടയ്ക്ക് 22 പ്രാവശ്യമാണ് ഇന്ത്യയിൽ പലയിടത്തായി ക്ഷാമം ഉണ്ടായത്. ആന്റണി മക്ഡൊണാൾഡിന്റെ അധ്യക്ഷതയിലുള്ള ക്ഷാമ നിവാരണ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൊതുമരാമത്ത് പണികൾക്ക് പകരം ഗ്രാമങ്ങളിലെ പ്രാദേശിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും ജനങ്ങൾക്ക് എപ്പോഴും ഇടപഴകത്തക്ക വിധം കാർഷിക ബാങ്ക് ഏർപ്പെടുത്താനും ജലസേചന പദ്ധതികൾ വ്യാപകമാക്കാനുമാണ്. തുടർച്ചയായി കടുത്ത ക്ഷാമങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ക്ഷാമ നിവാരണ കമ്മീഷനെ നിയമിക്കാനും ആവശ്യപ്പെടുന്നു. വർഷം 1901. 1901-ലാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ നേതൃത്വത്തിൽ ബംഗാളിലെ ബോൽപൂർ ഗ്രാമപ്രദേശത്ത് ശാന്തിനികേതൻ വിദ്യാലയം സ്ഥാപിക്കപ്പെടുന്നത്. കൊൽക്കത്തയ്ക്ക് 130 കിലോമീറ്റർ വടക്കാണ് പ്രകൃതി സുന്ദരമായ ബോൽപൂർ ഗ്രാമം. ടാഗോർ തന്റെ അച്ഛനായ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോറിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ശാന്തിനികേതൻ ആരംഭിക്കുന്നത്. പ്രകൃതിയോട് ഒത്തുചേർന്ന് പ്രകൃതിയിൽ ലയിച്ച് ധ്യാനനിരതമായ ഒരു സ്വച്ഛ ജീവിതം നയിക്കാൻ പറ്റിയ അന്തരീക്ഷമാണ് ശാന്തിനികേതനിൽ രവീന്ദ്രനാഥ ടാഗോർ ഒരുക്കിയിരുന്നത്. കുഞ്ഞുങ്ങളെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി പ്രകൃതിയുമായി ഒത്തുചേർന്ന് പ്രകൃതിക്കൊപ്പം കണ്ടും കേട്ടും ആനന്ദിച്ച് പഠനം നടത്തുന്ന രീതിയിലാണ് അദ്ദേഹം ശാന്തിനികേതനെ വളർത്തിക്കൊണ്ടുവന്നത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ശാന്തിനികേതനെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയ ജീവിതത്തിലും മരുപ്പച്ച എന്നാണ്. 1901-ൽ ആരംഭിച്ച ശാന്തിനികേതൻ എന്ന വിദ്യാലയം 1924-ൽ സർവകലാശാലയായി മാറുന്നു. വർഷം 1902. 1902 ജൂലൈ 14-നാണ് ഇന്ത്യയുടെ മഹാഗുരു സ്വാമി വിവേകാനന്ദൻ അന്തരിക്കുന്നത്. ബംഗാളിലെ കൽക്കത്തയിൽ ഭുവനേശ്വരി ദേവിയുടെയും വിശ്വനാഥ ദത്തിന്റെയും മകനായി ജനിച്ച വിവേകാനന്ദന്റെ പേര് നരേന്ദ്രദത്ത് എന്നായിരുന്നു. 1882-ൽ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായി സ്വാമി വിവേകാനന്ദനായി മാറിയ അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ആധ്യാത്മിക ആചാര്യനും നവോത്ഥാന നായകനും ഭാരതീയ സംസ്കാരം ലോകത്തിലെങ്ങും എത്തിച്ച കർമ്മയോഗിയുമായിരുന്നു. തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പേരിൽ രാമകൃഷ്ണ മിഷൻ എന്ന സ്ഥാപനം തുടങ്ങിയതും സ്വാമി വിവേകാനന്ദനാണ്. 1892-ൽ കേരളം സന്ദർശിച്ച വിവേകാനന്ദൻ ഈ നാട്ടിലെ അനാചാരങ്ങളും അയിത്തവും കണ്ട് ദൈവത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തെ അന്ന് ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. രാജ്യം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച് ജീവിതം നേരിൽ കണ്ടു പഠിച്ച മഹാഗുരു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി പ്രവർത്തിച്ച വിവേകാനന്ദൻ ഇന്ത്യക്ക് വേണ്ടത് മതമല്ലെന്നും ഭക്ഷണമാണെന്നും പറഞ്ഞു. മുൻപ് വിവേകാനന്ദനെ കുറിച്ചുള്ള എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ ചിക്കാഗോയിൽ 1893-ൽ നടന്ന ലോക മത മഹാസമ്മേളനത്തിൽ വെച്ച് ഭാരതത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. യൂറോപ്പും ഫ്രാൻസും ജപ്പാനും തുടങ്ങി ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലും അദ്ദേഹം നിരവധി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. പിന്നാക്കക്കാരുടെ വിദ്യാഭ്യാസത്തിനായി 1897-ൽ അദ്ദേഹം ആരംഭിച്ച ശ്രീരാമകൃഷ്ണ മിഷൻ ഇന്ന് ലോകത്തിലെ വലിയൊരു മനുഷ്യ സേവന പ്രസ്ഥാനമാണ്. വർഷം 1903. 1903 മെയ് 15-ന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP രജിസ്റ്റർ ചെയ്തു. SNDPയുടെ ആദ്യത്തെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആയിരുന്നു. സെക്രട്ടറി കുമാരനാശാനും.
യോഗത്തിന്റെ മുഖപത്രമായി വിവേകോദയ മാസിക 1904 ആരംഭിക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച SNDPയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടായതാണ് സഹോദര പ്രസ്ഥാനവും സാധുജന പരിപാലന സംഘവും തുടങ്ങിയ അവശ്യ സമുദായങ്ങൾക്കുള്ള സംഘങ്ങൾ. വർഷം 1904. 1904 പുരാവസ്തു നിയമം നിലവിൽ വരുന്നത്. 1904 പാസായ ഇന്ത്യൻ പുരാവസ്തു സംരക്ഷണ നിയമപ്രകാരം ചരിത്ര സ്മാരകങ്ങൾ കേടുപാടുകൾ തീർത്ത് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും പുരാവസ്തു ഗവേഷണത്തിനായി ഡയറക്ടർ ജനറലിനെ നിയമിക്കുകയും ചെയ്തു. ആദ്യ പുരാവസ്തു ഗവേഷണ ഡയറക്ടർ ജനറൽ സർ ജോൺ മാർഷൽ ആയിരുന്നു. ഇതേ വർഷം തന്നെയാണ് സർവകലാശാലകളെ സർക്കാർ സ്ഥാപനങ്ങളായി മാറ്റിക്കൊണ്ടുള്ള ഇന്ത്യൻ സർവകലാശാല നിയമം പാസ്സാകുന്നത്. 1904 കേരളത്തിലെ ആദ്യത്തെ സർക്കസ് കമ്പനിയായ പ്രൊഫസർ പരിയാലീസ് മലബാർ ഗ്രാൻഡ് സർക്കസ് ചിറക്കര ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ത്യൻ സർക്കസിന്റെ കുലഗുരുവായിരുന്ന ചിറക്കര വയലിൽ കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചറാണ് ഉദ്ഘാടനം നടത്തിയത്. വർഷം 1905. 1905 വളരെ പ്രശസ്തമായ ബംഗാൾ വിഭജനം നടക്കുന്നത്. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീശത്വത്തിന്റെ കീഴിലാകുമ്പോൾ 1756 ബീഹാറും ഒറീസയും ഉൾപ്പെടുന്ന പടിഞ്ഞാറ് വരെ നീളുന്ന ഒരു പ്രവിശ്യയായിരുന്നു ബംഗാൾ. 1863 ആഗ്രയെ വേർപെടുത്തുന്നത്. ആഗ്രയെ വേർപെടുത്തി ആസാമിനെ ബംഗാളിനൊപ്പം ചേർക്കുന്നു. 1874 ആസാമിനെ വേർപെടുത്തി പ്രത്യേക പ്രവിശ്യയാക്കുന്നു. ഒരു ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലായിരുന്നു അന്ന് ഒറീസയും ബീഹാറും ഉൾപ്പെട്ട ബംഗാൾ സംസ്ഥാനം. 1,89,000 ചതുരശ്ര മൈലായിരുന്നു ഈ പ്രവിശ്യയുടെ വിസ്തീർണം. ബംഗാളിലെ കൊൽക്കത്തയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം. 1905 ജൂലൈ 20 ഭരണപരമായ സൗകര്യങ്ങൾ എന്ന കാരണത്താൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായി വിഭജിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുന്നത്. ബംഗാൾ വിഭജനം ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ആക്കം കൂട്ടുകയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത സംഭവം കൂടിയായിരുന്നു. ബംഗാളിന്റെ കിഴക്കൻ ജില്ലകളായ ധാക്ക, ചിത്തഗോങ്, രാജ്ഷാഹി എന്നിവയെ വേർപെടുത്തി അന്ന് ചീഫ് കമ്മീഷണറുടെ കീഴിലായിരുന്ന ആസാമിനോട് ലയിപ്പിച്ച് ധാക്ക തലസ്ഥാനമാക്കി പൂർവ്വ ബംഗാൾ ആസാം എന്ന പുതിയ സംസ്ഥാനത്തിന് രൂപം നൽകുന്നു ബ്രിട്ടീഷുകാർ. ബംഗാളിന്റെ ബാക്കി പ്രദേശങ്ങളും ബീഹാറും ഒറീസയുടെ ചില ഭാഗങ്ങളും ചേർന്ന സ്ഥലമായിരുന്നു പശ്ചിമ ബംഗാൾ എന്നറിയപ്പെട്ടിരുന്നത്. ബംഗാൾ വിഭജന തീരുമാനം ഇന്ത്യയിലാകെ പ്രതിഷേധത്തിന്റെ അലകൾ ഉയർത്തി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പുതിയ സ്വാതന്ത്ര്യ ബോധത്തോടെ വളർന്നു. രാഷ്ട്രീയ പ്രബുദ്ധതയിലും സാഹസികതയിലും നിലനിന്നിരുന്ന ബംഗാൾ ബുദ്ധിജീവികളെയും അവരുടെ സ്വാധീന വലയത്തിൽപ്പെടാവുന്ന ചിന്താശക്തിയുള്ള സാധാരണക്കാരെയും ഭിന്നിപ്പിക്കുകയും മതവികാരമുണർത്തി തമ്മിൽ അടുപ്പിക്കുകയുമായിരുന്നു കഴ്സന്റെ ലക്ഷ്യം. കൽക്കത്തയുടെ ചീത്ത സ്വാധീനത്തിൽ നിന്നും മുസ്ലിങ്ങളെ രക്ഷിക്കുകയായിരുന്നു ഈ നടപടി എന്ന തന്ത്രം കഴ്സൺ പറഞ്ഞു നോക്കിയെങ്കിലും എല്ലാ വിഭാഗം ജനങ്ങളിലും വിഭജനം എതിർപ്പ് സൃഷ്ടിച്ചു. സാംസ്കാരികവും ദേശീയപരവുമായ ഐക്യത്തിന് ഒറ്റ വികാരമായി പ്രവർത്തിച്ചിരുന്ന ജനങ്ങളെ വെട്ടിമുറിച്ചത് ബംഗാളിൽ വളർച്ച പ്രാപിച്ചു വന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് തുരങ്കം വയ്ക്കാനാണ് എന്ന് ഇന്ത്യക്കാർ മനസ്സിലാക്കി. ഇത്രയൊക്കെ എതിർപ്പുകൾ ഉണ്ടായിട്ടും 1905 ജൂലൈ 20 കഴ്സൺ ഔദ്യോഗികമായി വിഭജനം നടത്തി. 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്ത ടൗൺ ഹാളിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം ബംഗാൾ സംസ്ഥാനത്തൊട്ടാകെ ബ്രിട്ടീഷ് സാധനങ്ങൾ ബഹിഷ്കരിക്കാനുള്ള പ്രമേയം അംഗീകരിച്ചു. വിദേശ സാധനങ്ങൾ ബഹിഷ്കരിച്ച് നിരോധനാജ്ഞ ലംഘിച്ച് ബംഗാളിൽ സ്വദേശി പ്രസ്ഥാനത്തിന് കോൺഗ്രസ് തുടക്കം കുറിച്ചു. സംസ്ഥാനം ഒട്ടാകെ ഹർത്താലും പ്രതിഷേധ പ്രകടനങ്ങളും കോൺഗ്രസ് നടത്തി. ബ്രിട്ടീഷ് സർക്കാർ ഭീകരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടു. ബംഗാൾ വിഭജനാനന്തരം ഉയർന്നുവന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ക്രമേണ വിപ്ലവ സ്വഭാവം കൈക്കൊണ്ടു. മാത്രമല്ല പഞ്ചാബ്, ചെന്നൈ തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ രഹസ്യ സംഘടനകൾ വ്യാപകമായി. ബ്രിട്ടീഷുകാർ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. തൂക്കിക്കൊല്ലലും ജീവപര്യന്തവും കടുത്ത മർദ്ദനവും വെടിവെപ്പും നാടുകടത്തലും പൊതുയോഗങ്ങൾക്ക് നിരോധനവും ഒക്കെ ഉണ്ടായെങ്കിലും ഇന്ത്യയിൽ പടർന്നു പിടിച്ച ബ്രിട്ടീഷ് വിരുദ്ധ വികാരത്തെ തകർക്കാൻ ആർക്കുമായില്ല. 1911 ഡിസംബറിൽ ഡൽഹിയിൽ ചേർന്ന ദർബാറിൽ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് അഞ്ചാമൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് മാറ്റിയതായി പ്രഖ്യാപിച്ചു. ഏറെക്കാലം കഴിഞ്ഞ് സ്വാതന്ത്ര്യാനന്തരം വീണ്ടും വിഭജിക്കപ്പെട്ട മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കിഴക്കൻ ബംഗാൾ പൂർവ്വ പാകിസ്ഥാൻ എന്ന പേരിൽ പ്രത്യേകം ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു. ഇന്ത്യയുടെ ഭാഗമായ ബംഗാളിന് പശ്ചിമ ബംഗാൾ എന്ന പേര് നൽകി. കാലമേറെ കഴിഞ്ഞ് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ പൂർവ്വ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറുകയും ചെയ്തു. വർഷം 1906. 1906 മുസ്ലിം ലീഗ് നിലവിൽ വന്നത്. 1906 ഡിസംബറിൽ ധാക്കയിൽ ചേർന്ന യോഗത്തിൽ വെച്ച്
ആഘാ ഖാൻ മൂന്നാമൻ, ധാക്ക നവാബ് സലീം മുല്ല തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നിലവിൽ വരുന്നു. പിൽക്കാലത്ത് കോൺഗ്രസ് വിട്ട് MA ജിന്ന ലീഗിൽ ചേരുന്നു. മുസ്ലിം അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ലീഗ് ബംഗാൾ വിഭജനത്തെ അനുകൂലിക്കുകയും വിദേശ ഉൽപ്പന്ന ബഹിഷ്കരണത്തെ എതിർക്കുകയും ചെയ്തു. പിന്നീട് കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിച്ച ലീഗ് കാലക്രമത്തിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടി വാദിച്ചു. അധികാര കൈമാറ്റ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടി. 1906 മറ്റൊരു മഹാന്റെ വിയോഗ വർഷം കൂടിയാണ്. 1906 ഒക്ടോബർ 2-നാണ് രാജാ രവിവർമ്മ അന്തരിക്കുന്നത്. അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഇന്ത്യക്കാരനായ ചിത്രകാരൻ, ആദ്യ മലയാളി ചിത്രകാരൻ. 1848 ഏപ്രിൽ 29-ന് കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ച രാജാ രവിവർമ്മയുടെ ആദ്യകാല ഗുരു അമ്മാവനായ ചിത്രകാരൻ രാജരാജവർമ്മയായിരുന്നു. തിരുവനന്തപുരത്ത് എത്തി തിയോഡോർ ജങ്സൺ എന്ന ഡച്ച് ചിത്രകാരനിൽ നിന്ന് എണ്ണച്ചായ ചിത്രരചനയുടെ സാധ്യതകളും സാങ്കേതികതയും പഠിച്ച രാജാ രവിവർമ്മ ചിത്രകലയിൽ ഇൻഡോ യൂറോപ്യൻ ശൈലിക്ക് തുടക്കമിട്ടു. മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന എണ്ണ ഛായാചിത്രം ചെന്നൈയിൽ നടന്ന ചിത്ര പ്രദർശനത്തിൽ 1873-ലാണ് 1-ാം സ്ഥാനം നേടുന്നത്. ഇതേ ചിത്രം വിയന്ന ചിത്ര പ്രദർശനത്തിൽ സമ്മാനാർഹമായി. തുടർന്ന് പാരീസിലും ലണ്ടനിലും ചിക്കാഗോയിലും മറ്റനേകം വിദേശ നഗരങ്ങളിലും ഇന്ത്യൻ നഗരങ്ങളിലും നടന്ന പ്രദർശനങ്ങളിലൂടെ രവിവർമ്മ ചിത്രങ്ങൾ ലോകം തിരിച്ചറിയുകയും അദ്ദേഹം ലോക പ്രശസ്തനായി മാറുകയും ചെയ്തു. ശകുന്തള, ഹംസവും ദമയന്തിയും, സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, വിശ്വാമിത്രനും മേനകയും, ശ്രീകൃഷ്ണ ജനനം, രാധാമാധവം തുടങ്ങിയ രവിവർമ്മ ചിത്രങ്ങൾ വളരെയേറെ പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിയെടുത്തു. ബറോഡയിലെ ഗേക്ബാദിന്റെ അഭ്യർത്ഥന പ്രകാരം 1890-ലാണ് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും പ്രധാന മുഹൂർത്തങ്ങളുടെ 14 ചിത്രങ്ങൾ അദ്ദേഹം വരയ്ക്കുന്നത്. 1893-ൽ സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗം നടന്ന ലോകമത മഹാസമ്മേളനത്തിനൊപ്പം ഉണ്ടായ ലോകകലാ പ്രദർശനത്തിൽ രാജാ രവിവർമ്മയ്ക്ക് സമ്മാനം ലഭിക്കുകയുണ്ടായി. ഭാരതീയ ജനസമുദായത്തിലെ ചില വർഗ മാതൃകകളെ വരച്ചുകൊണ്ടുള്ള 10 ചിത്രങ്ങളായിരുന്നു രവിവർമ്മ ആ മത്സരത്തിലേക്ക് അയച്ചത്. 1904 ബ്രിട്ടീഷ് സർക്കാർ കേസരി ഹിന്ദ് എന്ന പരമോന്നത ബഹുമതി രാജാ രവിവർമ്മയ്ക്ക് നൽകി. ഒരു ചിത്രകാരന് ഈ ബഹുമതി മുദ്ര നൽകുന്നത് ആദ്യമായിട്ടായിരുന്നു. വർഷം 1907. ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരം സിനിമാശാലയായ എൽഫിൻസ്റ്റൺ വിക്ടർ പാലസ് കൽക്കത്തയിൽ സ്ഥാപിക്കപ്പെടുന്നത് 1907-ലാണ്. JF മദനാണ് ഈ സ്ഥിരം സിനിമാശാലയുടെ സ്ഥാപകൻ. ബോംബെയിൽ ജനിച്ച JF മദൻ 1919 മദൻ തിയേറ്റേഴ്സ് വിതരണ സ്ഥാപനം ആരംഭിച്ചു. ഫ്രഞ്ച് ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ പാതേയുമായി ബന്ധപ്പെട്ട് അലക്സ് ഹേഗ് 1907 ഇന്ത്യയിൽ ആദ്യത്തെ ചലച്ചിത്ര വിതരണ കമ്പനി ആരംഭിച്ചു. ചലച്ചിത്ര നിർമ്മാണ അവതരണങ്ങളുടെ ഏജൻസിയും ഇതിനോടൊപ്പം തുടങ്ങി. 1907 തന്നെയാണ് ലോകത്തെ ആകെ പിടിച്ചുലച്ച മറ്റൊരു ദുഃഖവും ഇന്ത്യയിൽ എത്തുന്നത്. ഇന്ത്യ പ്ലേഗിന്റെ പിടിയിൽപ്പെടുന്നു. 1894 ചൈനയിൽ പ്രത്യക്ഷപ്പെട്ട പ്ലേഗ് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചു. 52 രാജ്യങ്ങളിലാണ് പ്ലേഗ് പടർന്നു പിടിച്ചത്. 1907 12 ലക്ഷം ഇന്ത്യക്കാർ പ്ലേഗ് ബാധിതരായി. ചില ഗ്രാമങ്ങളെ തന്നെ രോഗം ഇല്ലാതെയാക്കി. വർഷം 1908. 1908 കലുഷിതമായ രാഷ്ട്രീയ സംഭവങ്ങളുടെ വർഷമായിരുന്നു. ഖുദിറാം ബോസിനെ തൂക്കിലേറ്റിയത് 1908-ലാണ്. കൽക്കത്തയിലെ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് കിങ്സ്ഫോർഡിനെ വധിക്കാനുള്ള യുഗാന്ത വിപ്ലവ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് ഖുദിറാം ബോസ് ബോംബ് എറിയുന്നു. എന്നാൽ കൊല്ലപ്പെട്ടത് കിങ്സ്ഫോർഡിന് പകരം മിസിസ് കെന്നഡിയും മകളുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിപ്ലവ പ്രവർത്തനം നടത്തിയ 19-കാരനായ ഖുദിറാം ബോസിനെ വിചാരണയ്ക്ക് ശേഷം ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. ബാലഗംഗാധര തിലകൻ അറസ്റ്റിലാകുന്നതും ഇതേ വർഷമാണ്. സർക്കാരിനെതിരെ അതൃപ്തിയും വിദ്വേഷവും ജനിപ്പിക്കുകയും സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പും ശത്രുതയും വളർത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിലായിരുന്നു തിലകനെ അറസ്റ്റ് ചെയ്തത്. 1908 ജൂലൈ 21-ന് 6 വർഷത്തേക്ക് അദ്ദേഹത്തെ ബർമയിലേക്ക് നാടുകടത്തി. മണ്ടേല ജയിലിൽ പാർപ്പിക്കാൻ വിധിച്ചു. അവിടെ തടവിൽ കഴിയുമ്പോഴാണ് തിലകൻ ഗീതാ രഹസ്യം എന്ന പ്രശസ്തമായ പുസ്തകം രചിക്കുന്നത്. 1908 മെയ് 4-നാണ് അലിപ്പൂർ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി അരവിന്ദ് ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നത്. 1 വർഷം വിചാരണ കൂടാതെ അരവിന്ദ് ഘോഷ് തടവിൽ കഴിഞ്ഞു. CR ദാസ് കേസ് വാദിച്ചതിനെ തുടർന്ന് 1909 മെയ് 5-ന് ജയിൽ മോചിതനാകുന്നു. അരവിന്ദ് ഘോഷിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച സംഭവമായിരുന്നു ഈ ജയിൽവാസം. രാഷ്ട്രീയത്തെക്കാൾ മഹത്തായ മറ്റൊരു കർമ്മമണ്ഡലമാണ് തനിക്കുള്ളതെന്ന് അദ്ദേഹം അന്ന് മനസ്സിലാക്കി 1910 രാഷ്ട്രീയ ജീവിതം വിട്ട് യോഗ ജീവിതം ആരംഭിക്കുന്നു.
ആത്മീയമായ അടിത്തറയിലൂടെ രാഷ്ട്രീയം ഫലവത്താകൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു. 1908 ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പണിമുടക്ക് നടക്കുന്നത്. ബാലഗംഗാധര തിലകനെ തടവിൽ വെച്ചതിന് 1908 ജൂലൈ 23 മുംബൈയിലെ തൊഴിലാളികൾ 6 ദിവസത്തെ പണിമുടക്ക് ആരംഭിക്കുന്നു. 100,000 തൊഴിലാളികൾ പങ്കെടുത്ത പണിമുടക്ക് നഗരത്തിൽ പലയിടത്തും ബ്രിട്ടീഷ് സേനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് അവസാനിച്ചത്. 1908 ജനുവരി 30 ഗാന്ധിജി ജോഹന്നാസ്ബർഗിലെ ജയിലിൽ നിന്ന് മോചിതനായി. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ 2 മാസം തടവിന് വിധിക്കപ്പെട്ട ഗാന്ധിജിയെ ജനുവരി 10 ജയിലിൽ അടച്ചത്. ഏഷ്യാറ്റിക് ലോ അനുസരിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ വിരലടയാളം പതിപ്പിച്ച രജിസ്ട്രേഷൻ കാർഡ് സൂക്ഷിക്കണമെന്ന നിയമത്തിനെതിരെ സമരം നടത്തിയതായിരുന്നു ശിക്ഷയ്ക്ക് കാരണം. വർഷം 1909. മിന്റോ മോർലി പരിഷ്കാരം നടക്കുന്നത് 1909 ഭരണഘടനാ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു ഈ പരിഷ്കാരം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയ് മിന്റോയും ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി മോർലിയും ചേർന്ന് നടപ്പിലാക്കിയ ഈ നിയമം വഴി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ള ഭരണ നിർവഹണ സമിതികളിൽ ഇന്ത്യക്കാരായ അംഗങ്ങൾക്ക് കൂടി പ്രവേശനം നൽകി. സർ സത്യേന്ദ്ര പ്രസന്ന സിൻഹയാണ് ഇങ്ങനെ വൈസ്രോയുടെ ഭരണ നിർവഹണ സമിതിയിൽ നിയമകാര്യ അംഗമായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. മിന്റോ മോർലി പരിഷ്കാരങ്ങൾ നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനത്തിലും മാറ്റങ്ങൾ വരുത്തി. ബജറ്റ് പൂർണ്ണാവസ്ഥയിലാകുന്നതുവരെ ചർച്ചയ്ക്ക് അനുവാദം, പ്രമേയാവതരണ അധികാരം, പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ വാദപ്രതിവാദങ്ങൾക്ക് അനുമതി, ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ചോദിക്കാൻ അധികാരം എന്നിവ അംഗങ്ങൾക്ക് നൽകപ്പെട്ടു. ഇങ്ങനെ ജനപ്രാതിനിധ്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിനായുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഈ നിയമമെങ്കിലും അത് ഇന്ത്യക്ക് ഉത്തരവാദിത്വ ഭരണം പ്രദാനം ചെയ്തില്ല. ജന്മികൾ, വ്യവസായികൾ, സർവകലാശാലകൾ, സംസ്ഥാന സമിതികൾ എന്നിവർ ചേർന്ന് കേന്ദ്ര സമിതിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സംസ്ഥാന സമിതികളിലും അംഗങ്ങളെ തിരഞ്ഞെടുത്തു. നിയന്ത്രിതമായ ഇത്തരം വോട്ടവകാശ സമ്പ്രദായത്തിലുള്ള പരോക്ഷമായ തിരഞ്ഞെടുപ്പല്ല, തികച്ചും സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യക്കാർ ആവശ്യപ്പെട്ടത്. 1909 മറ്റൊരു പ്രധാന സംഭവമായിരുന്നു സ്വദേശി കപ്പൽ കമ്പനി എന്ന പേരിൽ ചിദംബരം പിള്ള ആദ്യമായി ഇന്ത്യയിൽ സ്ഥാപിച്ച ഒരു സ്വകാര്യ കപ്പൽ കമ്പനി. രാജ്യമൊട്ടാകെ സഞ്ചരിച്ച് 10 രൂപയുടെ ഓഹരി വിറ്റ് 2 കപ്പലുകൾ വാടകയ്ക്കെടുത്തായിരുന്നു കമ്പനിയുടെ തുടക്കം. ആ ചിദംബരം പിള്ളയാണ് പിന്നീട് അങ്ങോട്ട് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്. വർഷം 1910. 1910 പ്രധാന സംഭവമായി നമുക്കിപ്പോൾ പറയാവുന്ന ഒരു കാര്യമാണ് സവർക്കറെ നാടുകടത്തിയത്. ഫ്രീ ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രാജ്യത്തിന് പുറത്ത് ഇംഗ്ലണ്ടിൽ വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാണ് വിനായക ദാമോദർ സവർക്കറെ അറസ്റ്റ് ചെയ്യുന്നത്. കപ്പലിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന വഴി കടലിൽ ചാടി രക്ഷപ്പെട്ടെങ്കിലും ഫ്രഞ്ച് മണ്ണിൽ നിന്ന് ബ്രിട്ടീഷ് പോലീസ് വീണ്ടും സവർക്കറെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. വിചാരണയ്ക്ക് ശേഷം ആൻഡമാനിലേക്ക് ജീവപര്യന്തം നാടുകടത്തി. 1924 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ ഇളവ് നൽകുകയും മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ചില ഉപാധികളോടെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു. വർഷം 1911. 1911 പാട്യാല മഹാരാജാവിന്റെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യൻ ടീം ആദ്യമായി ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തുന്നത്. പാട്യാല മഹാരാജാവ് ഭൂവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ ആദ്യകാലത്തെ പ്രമുഖ കളിക്കാരായ മെഹർ ഹോംജി, ഡോക്ടർ കാങ്ക, ടി ബാലു, ജയറാം, കെ ശേഷാദ്രി, കേണൽ മിസ്ട്രി തുടങ്ങിയ ടീം അംഗങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. 13 മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ ടീം സോമർസെറ്റിനെയും ലെസ്റ്റർഷയറിനെയും തോൽപ്പിച്ചു. ഇന്ത്യയുടെ സ്പിന്നറായ പി ബാലു ഇന്ത്യക്ക് വേണ്ടി കളിച്ച ദളിതനായ ആദ്യ ക്രിക്കറ്ററായിരുന്നു. അക്കാലം സമൂഹത്തിൽ നിലനിന്നിരുന്ന പല വ്യവസ്ഥിതികളെയും തോൽപ്പിച്ചാണ് പി ബാലു ഇന്ത്യൻ ടീമിൽ എത്തുന്നത് എന്ന ഒരു പ്രത്യേകതയും കൂടി ടീമിനുണ്ടായിരുന്നു. ഇതേ വർഷം തന്നെയാണ് ജംഷഡ്ജി ടാറ്റ ബീഹാറിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ വൻകിട വ്യവസായത്തിന്റെ തുടക്കമായിരുന്നു ആ വ്യവസായശാല. ബീഹാറിലെ ഈ പ്രദേശം പിന്നീട് ജാംഷഡ്ജി ടാറ്റയെ ഓർമ്മിപ്പിക്കുന്ന ജംഷഡ്പൂർ എന്നാണ് അറിയപ്പെട്ടത്. വർഷം 1912. ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് 1912. ആ വർഷം ജനുവരിയിൽ കൊൽക്കത്തയിൽ നടന്ന ബ്രഹ്മസമാജത്തിന്റെ വാർഷികാഘോഷമായ അഗത്തോർ ഉത്സവത്തിൽ വെച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി ജനഗണമന എന്ന ഗീതം പൊതുവേദിയിൽ ആലപിക്കുന്നത്. പിൽക്കാലത്ത് ഈ ഗീതം ഇന്ത്യയുടെ ദേശീയ ഗാനമായി മാറി. അതുകൊണ്ട് തന്നെ 1912 ജനഗണമനയുടെ വർഷമായി നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നു. 1912 ഇന്ത്യൻ സാംസ്കാരിക ഭൂമികയിലും അടയാളപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായത്. അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാൽ എന്ന ഉറുദു വാരിക ആരംഭിക്കുന്നത് ഈ വർഷമാണ്.
മുസ്ലിം ലീഗിനെ കോൺഗ്രസിനോട് അടുപ്പിക്കുന്നതിൽ വാരികയിലൂടെ ആസാദ് മുഖ്യ പങ്ക് വഹിച്ചു. 1914 പത്ര നിയമപ്രകാരം അൽ ഹിലാൽ പ്രസ് ബ്രിട്ടീഷ് അധികാരികൾ പിടിച്ചെടുക്കുകയും പത്രം നിലയ്ക്കുകയും ചെയ്തു. 1912 മെയ് 18 ഇന്ത്യയിൽ ആദ്യമായി ഒരു കഥാചിത്രം നിർമ്മിക്കുന്നത്. കുൻഡാലിക് എന്ന പേരുള്ള പ്രശസ്ത സിനിമ മുംബൈ സാൻഡ്ഹോസ്റ്റ് റോഡിലുള്ള കോർണേഷൻ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. രാമറാവു കീർത്തികരുടെ മറാഠി നാടകത്തെ ആധാരമാക്കി NG ചിത്രേ, PR ടിപ്പനിസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം 2 ആഴ്ച മുംബൈയിൽ കളിച്ചു. വർഷം 1913. 1913 ഇന്ത്യയുടെ മഹാനായ സാഹിത്യകാരൻ രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. സാഹിത്യത്തിന് ഇന്ത്യയിൽ ലഭിച്ച ഒരേ ഒരു നോബൽ സമ്മാനം. 1910 ബംഗാളിയിൽ പ്രസിദ്ധപ്പെടുത്തിയ ഗീതാഞ്ജലി എന്ന കാവ്യ സമാഹാരത്തിന് ടാഗോർ തന്നെ തയ്യാറാക്കിയ ഇംഗ്ലീഷ് മൊഴിമാറ്റത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ലണ്ടൻ യാത്രയ്ക്കിടെ ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ടാഗോർ തന്നെ അനന്തരവൾക്ക് എഴുതി, ധൈര്യത്തോടെ ഞാൻ ചെയ്തതല്ല ഈ ജോലി. കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ഉള്ളിലുണ്ടായ ആനന്ദത്തിന്റെ വേലിയേറ്റങ്ങൾ മറ്റൊരു ഭാഷയിലൂടെ ഓർമ്മിച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചു. കാവ്യം വായിച്ച ഇംഗ്ലീഷ് കവി WB യേറ്റ്സിന് അത് ഇഷ്ടപ്പെട്ടു. മിലൻ കമ്പനി പുസ്തകം പ്രസിദ്ധപ്പെടുത്തി. അതിനു മുമ്പ് ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷ ലണ്ടനിലെ ഇന്ത്യൻ സൊസൈറ്റി കുറച്ചു കോപ്പികൾ അച്ചടിച്ചിരുന്നുവെങ്കിലും 1912 തന്നെ മാക്മില്ലന്റെ പതിപ്പിറങ്ങിയതോടെ പുസ്തകം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. നോബൽ സമ്മാന ലബ്ധിയോടെ ടാഗോർ പാശ്ചാത്യ ലോകത്ത് പ്രസിദ്ധനായി. ഗീതാഞ്ജലി എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും മിക്ക ലോക ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വർഷം 1914. 1914 കൊമഗറ്റുമായൊരു യാത്ര. ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. അതിന് കാരണമായത് ഇന്ത്യൻ വംശജനായ ഒരു സിഖ് പൗരന്റെ കൊലപാതകമാണ്. ഈ ഒരു അവസരത്തിൽ കൊമഗറ്റുകാരെ യാത്രയെക്കുറിച്ച് പറയുന്നതിൽ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. കാനഡയിൽ ഇന്ത്യക്കാർ പ്രവേശിക്കുന്നത് തടയുന്നതിനായുള്ള അവിടുത്തെ പ്രിവി കൗൺസിലിന്റെ കൽപ്പന പ്രകാരം ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കാനഡയിൽ എത്തുന്ന യാത്രക്കാർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കാനഡയിലേക്ക് പോകുന്ന കപ്പലുകൾ അന്നുണ്ടായിരുന്നില്ല. പഞ്ചാബിൽ നിന്ന് 600 സിഖുകാർ ഗുരുദത്ത് സിംഗിന്റെ നേതൃത്വത്തിൽ കൊമഗറ്റമാരു എന്ന കപ്പലിൽ കാനഡയിലേക്ക് പോയെങ്കിലും അവിടെ ഇറങ്ങുന്നതിന് അനുവാദം ലഭിക്കാത്തതിനാൽ തിരികെ കൽക്കത്തയിലെ ബഡ്ജിൽ എത്തിച്ചേർന്നു. ഈ കപ്പൽ യാത്രക്കാരെല്ലാം കൊൽക്കത്തയിൽ നിൽക്കാതെ ഉടൻ പഞ്ചാബിലേക്ക് പോയിക്കോളണമെന്നും ബ്രിട്ടീഷ് അധികാരികൾ കൽപ്പന പുറപ്പെടുവിച്ചു. തങ്ങളുടെ കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടേ പഞ്ചാബിലേക്ക് പോകൂ എന്ന് ശഠിച്ച യാത്രക്കാരിൽ പലരെയും ബ്രിട്ടീഷ് അധികാരികൾ വെടിവെച്ചു കൊന്നു. ഏറെ പേർ ബന്ധനസ്ഥരായി. ഗുരുദത്ത് സിംഗ് അജ്ഞാതവാസിയായി കഴിഞ്ഞു. 1921 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം പോലീസിന് കീഴടങ്ങിയ സിംഗ് 1922 ഫെബ്രുവരി വരെ തടവിൽ കഴിഞ്ഞു. കൊമഗറ്റമായൊരു സംഭവം പഞ്ചാബിലെ സിഖുകാരുടെ ബ്രിട്ടീഷ് വിരോധം ആളിക്കത്തിച്ചു. 1914 കാനഡയിലേക്കുള്ള സിഖ് ജനതയുടെ യാത്രകൾ സജീവമായിരുന്നു. വർഷം 1915. 1915 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ പ്രത്യേകതകളുള്ളൊരു വർഷമാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടരുന്നത് 1915 ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ഫീനിക്സ് എന്ന ആശ്രമത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന വിദ്യാർത്ഥികളെ രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനിലേക്ക് സ്വീകരിക്കുന്നതും ഗാന്ധിജിയും ടാഗോറും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നതുമൊക്കെ 1915 മരണം വരെ നീണ്ടുനിന്ന ഒരു മഹാസൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു അത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവുമായ ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെയിൽ വെച്ച് അന്തരിക്കുന്നതും 1915 അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ സംഭവ ബഹുലമായ ഒരു വർഷമായിരുന്നു 1915. വർഷം 1916. 1916 സെപ്റ്റംബർ 1 ഹോം റൂൾ ലീഗ് അല്ലെങ്കിൽ സ്വയംഭരണ പ്രസ്ഥാനം ആനി ബസന്റ് പൂനെയിൽ സ്ഥാപിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ അഭിപ്രായത്തെ സംഘടിപ്പിക്കുകയും രാജ്യത്തിന് ആവശ്യമുള്ളത് എന്തെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിനെ അറിയിക്കാനുമായിട്ടായിരുന്നു ഹോം റൂൾ ലീഗ് അല്ലെങ്കിൽ സ്വയംഭരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ബാലഗംഗാധര തിലകനെ പോലെയുള്ള കോൺഗ്രസിലെ പുരോഗമനവാദികൾ ഹോം റൂൾ ലീഗിനെ അനുകൂലിച്ചപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ ബാനർജി തുടങ്ങിയ നേതാക്കൾ പ്രത്യേക സംഘടന എന്ന ആശയത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആനി ബസന്റ് ഈ പ്രസ്ഥാനത്തെ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ പ്രബലമായ ഒരു സംരംഭമായി മാറ്റിയെടുത്തു. വർഷം 1917.
1917 ഏപ്രിൽ 16 സിവിൽ നിയമലംഘനത്തിന് ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബീഹാർ സംസ്ഥാനത്തിന് വടക്ക് പടിഞ്ഞാറുള്ള ചമ്പാരൻ ജില്ലയിൽ ബ്രിട്ടീഷ് തോട്ടമുടമകളുടെ വക ഭൂമിയിൽ കരാർ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വന്ന കർഷകരുടെ നരക ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കരാർ വ്യവസ്ഥ അവസാനിപ്പിച്ച് ഭൂമി കർഷകർക്ക് വിട്ടുകൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നടത്തിയ സമരഭാഗമായാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഗാന്ധിജി ഉടനെ ചമ്പാരൻ ജില്ല വിടണമെന്ന പോലീസ് സൂപ്രണ്ടിന്റെ മുന്നറിയിപ്പ് ധിക്കരിച്ചതിനായിരുന്നു അറസ്റ്റ്. കോടതിയിൽ കൊണ്ടുപോയ ഗാന്ധിജിയെ ജാമ്യമില്ലാതെ തന്നെ വിട്ടു. കർഷകർക്കിടയിൽ ഗാന്ധിജിയുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിച്ചതാണ് ചമ്പാരൻ സമരം. 1917 നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കോൺഗ്രസിന് ആദ്യമായി ഒരു സ്ത്രീ അധ്യക്ഷ ഉണ്ടായത്. ഡിസംബറിൽ കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 32ാം സമ്മേളനത്തിന്റെ അധ്യക്ഷ ആനി ബെസന്റ് ആയിരുന്നു. ഒരു സ്ത്രീ കോൺഗ്രസ് അധ്യക്ഷയാകുന്നത് ആദ്യമായിട്ടായിരുന്നു. വർഷം 1918. 1918 ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഇന്ത്യയിൽ നടക്കുന്നതും ഇന്ത്യയുടെ തുണിമില്ലുകളിൽ ഉണ്ടാകുന്ന പണിമുടക്കുകളും. വെട്ടിക്കുറച്ച കൂലി കൂട്ടുന്നതിനും ബോണസിന്റെ വർധനവിനുമായി അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചു. മുടക്കം കൂടാതെ ജോലി ചെയ്യുന്നതിന് തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്ന ബോണസ് കൂലി 70% നിന്ന് 20% വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഫെബ്രുവരി 22 മുതൽ ലോക്കൌട്ടിലായിരുന്ന മില്ലുകൾ തുറന്നപ്പോഴാണ് ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം തൊഴിലാളികൾ പണിമുടക്ക് തുടങ്ങിയത്. തൊഴിലാളി പ്രതിനിധിയായി തൊഴിലുടമകളുമായി ചർച്ചയിൽ ഏർപ്പെട്ട് ഗാന്ധിജി മാർച്ച് 15 മുതലാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു ഇത്. മാർച്ച് 18 തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള ഒത്തുതീർപ്പിനെ തുടർന്ന് നിരാഹാര സമരം പിൻവലിച്ചു. ബോണസ് കൂലിയുടെ 20% കുറച്ചത് 35% ഉയർത്തി. തുടർന്ന് ചെന്നൈയിലുള്ള ബിന്നി കമ്പനി തുണിമില്ലിൽ പണിമുടക്ക് നടന്നു. വർണ്ണവിവേചനം അവസാനിപ്പിക്കുക, ഇന്ത്യൻ തൊഴിലാളികളോട് യൂറോപ്യൻ മേധാവികൾ മര്യാദയോടെ പെരുമാറുക തുടങ്ങിയവയായിരുന്നു ആവശ്യം. ഡിസംബറിൽ മുംബൈയിൽ 1.25 ലക്ഷം തൊഴിലാളികൾ പങ്കെടുത്ത മുംബൈ തുണിമിൽ സമരം നടക്കുന്നു. 1919 ജനുവരി മാസം അവസാനം വരെ ഈ പണിമുടക്ക് നീളുന്നു. 2 തവണയായി 20% കൂലി വർദ്ധിപ്പിക്കാൻ മില്ലുടമകൾ നിർബന്ധിതരായി. 1918 ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് തുർക്കി സാമ്രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിനുള്ള ബ്രിട്ടീഷുകാർ ഉൾപ്പെട്ട സാമ്രാജ്യത്വ ശക്തികളുടെ സംരംഭത്തെ ചെറുക്കുക, സുന്നി വിഭാഗത്തിൽപ്പെട്ട ലോക മുസ്ലിങ്ങളുടെ മത അധ്യക്ഷനായ തുർക്കി സുൽത്താൻ ഖലീഫയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് ഖിലാഫത്ത് കമ്മിറ്റി രൂപവൽക്കരിച്ചത്. മുഹമ്മദ് അലി, ഷൌക്കത്ത് അലി എന്നീ ആലി സഹോദരന്മാർക്കായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം. 1918 ലിബറൽ പാർട്ടി രൂപം കൊള്ളുന്നത്. മോണ്ടേഗ് റിപ്പോർട്ട് ആലോചിക്കാൻ കൂടിയ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ പാർട്ടിയുടെ മിതവാദികളുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം ലഭിച്ചത്. വാർഷിക സമ്മേളനത്തിൽ പാർട്ടിയിലെ തീവ്രവാദികൾ കോൺഗ്രസിനെ കൊണ്ട് റിപ്പോർട്ട് നിരാകരിക്കുമെന്ന് സംശയിച്ച മിതവാദികൾ സുരേന്ദ്രനാഥ് ബാനർജിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം കൂടി ലിബറൽ ഫെഡറേഷൻ എന്ന പാർട്ടിക്ക് രൂപം നൽകുകയായിരുന്നു. ഇന്ത്യയിൽ സിനിമാ സെൻസർഷിപ്പ് തുടങ്ങുന്നതും 1918 സിനിമാറ്റോഗ്രാഫ് ആക്ട്, സിനിമാശാലകളിൽ പ്രേക്ഷകർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക, അയോഗ്യമായ ചിത്രങ്ങൾ തടയുക എന്നിവയായിരുന്നു നിയമത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ സെൻസർ നിയമങ്ങളുടെ തുടക്കമായിരുന്നു ഇത്. 1920 ഡെവല്യൂഷൻ ആക്ട് സിനിമാശാലകൾക്ക് ലൈസൻസ് നൽകാനുള്ള അധികാരം പ്രാദേശിക സർക്കാരുകൾക്ക് ലഭ്യമാക്കുന്ന ഒന്നായിരുന്നു. വർഷം 1919. 1919 ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വർഷമായിരുന്നു. 1919 മാർച്ച് 17 റൗലറ്റ് ആക്ട് നടപ്പിലാക്കുന്നത്. എസ്.എ. റൗലറ്റിന്റെ അധ്യക്ഷതയിൽ 1917 ഡിസംബറിൽ രൂപവൽക്കരിച്ച സെഡീഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നിയമം ഉണ്ടാക്കിയത്. വിപ്ലവകാരികളും അരാജകവാദികളും ഇന്ത്യയിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുവെന്നും ഈ ആപൽ സ്ഥിതിയിൽ നിന്ന് ഇംഗ്ലീഷ് ഭരണത്തെയും സാമ്രാജ്യത്തെയും രക്ഷിക്കാൻ സർവ്വവിധ അധികാരങ്ങളും അധികൃതർക്ക് ഉണ്ടായിരിക്കണമെന്നും റൗലറ്റ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത നിയമം എന്ന കുപ്രസിദ്ധമായ റൗലറ്റ് ആക്ട് അനുസരിച്ച് വക്കീലും വാദവും അപ്പീലും ഇല്ലാതെ കുറ്റക്കാരൻ എന്ന് വിധിച്ച് മരണശിക്ഷ വരെ നൽകാനുള്ള അധികാരം ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. ഏപ്രിൽ 6 ബ്രിട്ടീഷ് സാമ്രാജ്യ നിയമസഭയിൽ ഹോം മെമ്പർ വില്യം വിൻസെന്റ് റൗലറ്റ് ആക്ട് അവതരിപ്പിച്ചു. ഇന്ത്യയിലെങ്ങും കരിനിയമത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. നിരവധി ദേശീയ നേതാക്കളും പ്രവർത്തകരും അറസ്റ്റിലായി. പഞ്ചാബിൽ പട്ടാള നിയമം വന്നു. 1919 ഏപ്രിൽ 13 ഇന്ത്യ ആകെ ഞെട്ടിച്ച, വേദനിപ്പിച്ച ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. റൗലറ്റ് നിയമത്തിനെതിരെ ഇന്ത്യ എങ്ങും പടർന്നു പിടിച്ച പ്രക്ഷോഭം പഞ്ചാബിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് തീക്ഷ്ണതയേകി.
അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് സ്ക്വയറിൽ 25,000-ൽ പരം പേർ പങ്കെടുത്ത സമ്മേളനത്തിന് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെക്കുകയായിരുന്നു. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് മാർച്ച് 30-നും ഏപ്രിൽ 6-നും റൗലറ്റ് ആക്ടിനെതിരെ അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചിരുന്നു. അമൃത്സറിലെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നഗരത്തിലേക്ക് കൂടുതൽ പട്ടാളത്തെ അയക്കാൻ ഏപ്രിൽ 9-ന് പഞ്ചാബ് ഗവർണർ ഒഡേർ സൈനിക കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. അന്ന് തന്നെ ജനനേതാക്കളായ ഡോക്ടർ സൈനുദ്ദീൻ കിച്ചുവിനെയും ഡോക്ടർ സത്യപാലിനെയും നഗരത്തിൽ നിന്ന് നാടുകടത്തി ഗവർണർ ഉത്തരവിട്ടു. ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭത്തെ ആളിക്കത്തിക്കാനേ ഈ ഉത്തരവ് ഉപകരിച്ചുള്ളൂ. 30,000-ഓളം പേർ അമൃത്സർ ടൗൺ ഹാളിൽ മുന്നിൽ നിന്ന് നഗരസഭാ മന്ദിരത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. സായുധ പോലീസും കുതിരപ്പട്ടാളവും പ്രകടനത്തെ നേരിട്ടു. നിരവധി പേർ കൊല്ലപ്പെടുകയുണ്ടായി. ഏപ്രിൽ 10-ന് നഗരത്തിൽ പട്ടാള ഭരണം പ്രഖ്യാപിച്ചു. ജലന്ധർ ബ്രിഗേഡ് കമാൻഡർ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളം നഗര നിയന്ത്രണം ഏറ്റെടുത്തു. ഈ ദിവസം തന്നെ ഡൽഹിയിലേക്ക് പോയ ഗാന്ധിജിയെ പൽവർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് മുംബൈയിലേക്ക് കൊണ്ടുപോയി. ഗുജറാത്തിലും അഹമ്മദാബാദിലും ബ്രിട്ടീഷ് വിരുദ്ധ സമരം ശക്തമായി. ഏപ്രിൽ 12-ന് ജനറൽ ഡയർ അമൃത്സർ നഗരത്തിലൂടെ റൂട്ട് മാർച്ച് നടത്തി. ഈ പശ്ചാത്തലത്തിലാണ് 1919 ഏപ്രിൽ 13-ന് ജാലിയൻവാലാബാഗിൽ ദേശീയവാദികളുടെ പ്രതിഷേധ സമ്മേളനം ചേരുന്നത്. കെട്ടിടങ്ങളും ഉയർന്ന മതിൽക്കെട്ടുകളുമായി ചുറ്റപ്പെട്ട സ്ക്വയറിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഒരൊറ്റ ഗേറ്റാണ് ഉണ്ടായിരുന്നത്. 4 മണി കഴിഞ്ഞപ്പോൾ യോഗം ആരംഭിച്ചു. റൗലറ്റ് ആക്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേതാക്കൾ പ്രസംഗിച്ചു. 9ാമത്തെ പ്രാസംഗികൻ പ്രസംഗം തുടങ്ങുമ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇടുങ്ങിയ ഗേറ്റിലൂടെ അകത്തേക്ക് കടന്ന ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള 25 സൈനികർ ജനക്കൂട്ടത്തിന് നേരെ തുരുതുര നിറയൊഴിച്ചു. 10 മിനിറ്റിനുള്ളിൽ വെടിക്കോപ്പുകൾ തീരുന്നത് വരെ 1650 റൗണ്ട് അവർ വെടിവെച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരായുധരായ 1000-ഓളം പേർ കൊല്ലപ്പെട്ടു. ജാലിയൻവാലാബാഗിൽ നടന്ന കൂട്ടക്കൊലയുടെ വാർത്ത നാടെങ്ങും പരന്നു. ഏപ്രിൽ 14-ന് ലാഹോറിനടുത്തുള്ള ഗുജറൻവാലയിൽ നടന്ന പ്രതിഷേധ ഹർത്താൽ ശക്തമായപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം ബോംബിട്ടു. ഏപ്രിൽ 18-ന് ഗാന്ധിജി താൽക്കാലികമായി സിവിൽ നിയമലംഘനം പിൻവലിച്ചു. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയുടെ നാഴികക്കല്ലുകളിലൊന്നായ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷുകാരുടെ മാനവികതയിൽ വിശ്വസിച്ചിരുന്ന ലിബറലുകളെ പോലും ഞെട്ടിച്ചു. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടന്റെ സർസ്ഥാനം രാജിവെച്ചു. 1940 മാർച്ച് 13-ന് ലണ്ടനിൽ വെച്ച് ഉദ്ധം സിംഗ് എന്ന സിഖ് യുവാവ് മൈക്കിൾ ഡയറിനെ വെടിവെച്ചു കൊന്നു. വർഷം 1920. ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ് രാമാനുജൻ ക്ഷയരോഗം ബാധിച്ച് അന്തരിക്കുന്നത് 1920-ലാണ്. 1857 ഡിസംബർ 18-ന് തമിഴ്നാട്ടിലെ ഈറോഡിൽ ജനിച്ച അദ്ദേഹം 1920 ഏപ്രിൽ 26-നാണ് മരണപ്പെട്ടത്. അനാരോഗ്യവും ദാരിദ്ര്യവും മൂലം ഗണിത പഠനം പൂർത്തിയാക്കാനാകാത്ത രാമാനുജന്റെ ഒരു ഗണിത ലേഖനം കേംബ്രിഡ്ജ് സർവകലാശാലയുടെ പ്രൊഫസർ ഹാർഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉന്നത പഠനത്തിന് രാമാനുജന് സൗകര്യം ലഭിക്കുന്നു. ഇംഗ്ലണ്ടിലെ ട്രിനിറ്റി കോളേജിൽ നിന്നും ഫെലോഷിപ്പ് ലഭിച്ച രാമാനുജന്റെ പ്രധാന ഗവേഷണ മേഖല സംഖ്യാസിദ്ധാന്തത്തിലായിരുന്നു. 1918 റോയൽ സൊസൈറ്റി ഫെല്ലോ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. 1920-ലെ മറ്റൊരു രാഷ്ട്രീയ സംഭവമായിരുന്നു ഖിലാഫത്ത് സഹകരണം. 1920 ഏപ്രിൽ മാസത്തിൽ മൗലാന ഷൌക്കത്ത് അലിയുടെ അധ്യക്ഷതയിൽ ചെന്നൈയിൽ നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ പ്രതിഷേധ സമരങ്ങൾ എത്രയും വേഗം ആരംഭിക്കണമെന്ന് തീരുമാനിക്കുന്നു. തുർക്കിക്ക് ദോഷകരമായി ബാധിക്കുന്ന സെബോസ് ഉടമ്പടി നടപ്പാക്കരുത് എന്ന് ബ്രിട്ടനോടും സഖ്യകക്ഷികളോടും ആവശ്യപ്പെട്ടിട്ടും ബ്രിട്ടൻ ചെവിക്കൊള്ളാത്തതായിരുന്നു പ്രതിഷേധത്തിന്റെ കാരണം. ഗാന്ധിജിയും ഖിലാഫത്തിന്റെ പ്രതിഷേധ സമരങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയും അവരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. 1920 ജൂൺ 3-ന് അലഹബാദിൽ നടന്ന ഖിലാഫത്ത് കമ്മിറ്റി യോഗത്തിൽ നിസ്സഹകരണം എന്ന സമരമാർഗം ഗാന്ധിജി അവതരിപ്പിച്ചു. തുടർന്ന് ജൂൺ 20-ന് ഹിന്ദു മുസ്ലിം സംയുക്ത സമ്മേളനം അലഹബാദിൽ നടക്കുകയും 1 മാസത്തിനുള്ളിൽ തുർക്കിയെ സംബന്ധിച്ച് തൃപ്തികരമായ തീരുമാനമുണ്ടാകുന്നില്ല എങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഗവൺമെന്റിനോട് നിസ്സഹകരണം ആരംഭിക്കുമെന്ന് അന്തിമ സന്ദേശം പുറപ്പെടുവിക്കുന്നു. ഓഗസ്റ്റ് 30-ന് അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനം തുർക്കിക്ക് ദോഷകരമായി ഓഗസ്റ്റ് 10-ന് ഒപ്പിട്ട സെബോസ് ഉടമ്പടിക്കെതിരെ നിസ്സഹകരണത്തിന് ആഹ്വാനം ചെയ്യും. ഗാന്ധിജിയും ഷൌക്കത്ത് അലിയും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഖിലാഫത്തിന്റെ സന്ദേശവും ലക്ഷ്യവും പ്രചരിപ്പിക്കുന്നു. പഞ്ചാബിലെ കൂട്ടക്കൊലകൾക്ക് ഉത്തരവാദികളായവരെ ശിക്ഷിക്കുക എന്ന ആവശ്യവും ഖിലാഫത്ത് പ്രസ്ഥാനം തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കൊപ്പം മുന്നോട്ട് വെച്ചു. 1920 സെപ്റ്റംബർ 8-ന് കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിശേഷാൽ സമ്മേളനത്തിൽ സ്വരാജ് സമ്പാദിക്കുക, ഖിലാഫത്ത് ആവശ്യങ്ങൾ നേടുക എന്നീ ലക്ഷ്യങ്ങൾക്കായി നിസ്സഹകരണ സമരം ആരംഭിക്കാൻ ഗാന്ധിജി അവതരിപ്പിച്ച പ്രമേയം അംഗങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കി. 1920 തന്നെയാണ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച തിലകൻ അന്തരിക്കുന്നത്.
ലോകമാന്യൻ എന്ന ജനങ്ങൾ നൽകിയ പേരിൽ പ്രശസ്തനായ നവഭാരത ശില്പികളിൽ പ്രമുഖനും കോൺഗ്രസിലെ തീവ്രപക്ഷ നേതാവുമായിരുന്ന ബാലഗംഗാധര തിലകൻ പ്രൊഫസർ, പത്രാധിപർ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു. 1889 അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നു. 1898 ജൂലൈ 27 അറസ്റ്റ് വരിച്ച് 18 മാസത്തെ കഠിന തടവിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ആദ്യ ദേശീയ സംഘടനയായ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ AITUC എന്ന തൊഴിലാളി യൂണിയൻ രൂപം കൊണ്ടതും 1920-ലാണ്. 1920 ഒക്ടോബർ 30 ബോംബെയിൽ ലാലാ ലജ്പത് റായിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് AITUC രൂപം കൊണ്ടത്. വർഷം 1921. 1921 സെപ്റ്റംബർ 11 തമിഴ് ദേശീയ വിപ്ലവ കവി സുബ്രഹ്മണ്യ ഭാരതി അന്തരിച്ചു. 1882 ഡിസംബർ 11 തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ എട്ടയപുരത്താണ് അദ്ദേഹത്തിന്റെ ജനനം. കുട്ടിക്കാലം മുതൽ കവിതകൾ എഴുതി തുടങ്ങിയ സുബ്രഹ്മണ്യന് ഒരു കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയതോടു കൂടിയാണ് ഭാരതി എന്ന പേര് ലഭിക്കുന്നത്. ഗ്രാമീണ വൃത്തങ്ങളിൽ രചിക്കപ്പെട്ട ഭാരതിയുടെ കവിതകൾ തമിഴ്നാടിനെ ദേശീയമായി ഉണർത്തി. ഈണത്തിൽ പാടുകയും ശക്തിയായി പ്രസംഗിക്കുകയും ചെയ്ത ഭാരതി അയിത്തം, ബാലവിവാഹം, സ്ത്രീധനം തുടങ്ങിയ സാമൂഹിക അനീതികൾക്കെതിരെ പ്രവർത്തിച്ചു. 1905 ബനാറസിലും 1906 കൊൽക്കത്തയിലും കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പ്രതിനിധിയായി പങ്കെടുത്ത സുബ്രഹ്മണ്യ ഭാരതി കൊൽക്കത്തയിൽ വെച്ച് കണ്ടുമുട്ടിയ സിസ്റ്റർ നിവേദിതയെ ഗുരുവായി സ്വീകരിച്ചു. സ്വാമി വിവേകാനന്ദന്റെ പ്രധാന ശിഷ്യകളിൽ ഒരാളായിരുന്നു സിസ്റ്റർ നിവേദിത. കോൺഗ്രസിൽ തീവ്രവാദികളുമായി ചേർന്ന് പ്രവർത്തിച്ച ഭാരതി അഭിപ്രായങ്ങൾ പറയാൻ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചു. തീപാർന്ന കവിതകളിലൂടെയും പാട്ടുകളിലൂടെയും ദേശഭക്തി ആളിക്കത്തിച്ച ഭാരതി ഇന്ത്യയിലൂടെ ഗവൺമെന്റിനെ വിമർശിച്ചതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് കേസെടുത്തു, വാരിക നിരോധിച്ചു. ഭാരതി പോണ്ടിച്ചേരിയിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. 10 വർഷം നിരന്തരമായി കവിതകൾ എഴുതി. മടങ്ങി ചെന്നൈയിലെത്തിയപ്പോൾ അറസ്റ്റിലായെങ്കിലും ജനസമ്മർദ്ദം കാരണം അദ്ദേഹത്തെ വിട്ടയച്ചു. തമിഴ് ജനതയെ ഇന്ത്യ എന്ന വികാരത്തിലേക്ക് ഉണർത്തിയ സുബ്രഹ്മണ്യ ഭാരതി രചിച്ച എണ്ണമറ്റ ദേശഭക്തി ഗാനങ്ങളും കവിതകളും അത്രമേൽ ജനകീയമായിരുന്നു. 1921 ഡിസംബർ 21 രവീന്ദ്രനാഥ ടാഗോർ ബോൽപൂരിൽ സ്ഥാപിച്ച ശാന്തിനികേതൻ എന്ന വിദ്യാലയം വിശ്വഭാരതി എന്ന പേരിൽ സർവകലാശാലയായി മാറിയത്. എത്ര വിശ്വം ഭവത്യേക നീടം എന്നാണ് വിശ്വഭാരതിയുടെ മുദ്രാവാക്യം. ലോകത്തിന്റെ മുഴുവൻ തറവാടായിരിക്കണം വിശ്വഭാരതി എന്ന് ടാഗോർ സങ്കല്പിച്ചു. ഭാരതീയ സംസ്കാരവും അതിന്റെ പശ്ചാത്തലത്തിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനുമായി സ്ഥാപിച്ച വിശ്വഭാരതി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ ഭാഷ, മത, സാഹിത്യ, കല, സംഗീതാദികളുടെ സമ്മേളന കേന്ദ്രമായി ലോക പ്രശസ്തി നേടി. വർഷം 1922 കോൺഗ്രസ് വോളണ്ടിയർമാരും കൃഷിക്കാരും ചേർന്ന് 1922 ഫെബ്രുവരി 4 ലക്നൌവിനടുത്ത് ഖോരഗ്പൂർ ജില്ലയിലെ ചൌരി ചൌര ഗ്രാമത്തിൽ നടത്തിയ പ്രകടനത്തിൽ പിരിച്ചുവിടാൻ പോലീസ് വെടിവെച്ചു. പ്രതികാരമായി സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് 22 പോലീസുകാരെ പ്രതിഷേധക്കാർ കൊലപ്പെടുത്തുകയും ഖോരഗ്പൂരിനും ചൌരി ചൌരയ്ക്കുമിടയ്ക്കുള്ള റെയിൽപാത മുറിക്കുകയും ചെയ്തു. തുടർന്ന് 8 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 12 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബർദോളിയിൽ ചേർന്ന പ്രവർത്തക കമ്മിറ്റിയുടെ ഒരു പ്രത്യേക യോഗം ചൌരി ചൌര അക്രമ സംഭവങ്ങളിൽ അമർഷം പ്രകടിപ്പിക്കുകയും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്ന പ്രമേയം പാസാക്കുകയും ചെയ്തു. വർഷം 1923 1923 വൈസ്രോയ് തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉപ്പുനികുതി ഇരട്ടിപ്പിക്കുന്നത്. 1836 ബ്രിട്ടീഷ് അധികാരികൾ ആദ്യമായി ഇന്ത്യയിൽ ഉപ്പുനികുതി ഏർപ്പെടുത്തിയത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഭൂരിപക്ഷ അംഗങ്ങളെ എതിർത്തിട്ടും വൈസ്രോയ് ഉപ്പുനികുതി ഇരട്ടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഉപ്പിന്റെ കുത്തകാവകാശം സർക്കാർ ഏറ്റെടുത്തതോടെ ദുരിതപൂർണമായ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ജീവിതഭാരം വർദ്ധിച്ചു. ഇതിനെതിരെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിനിറങ്ങി. ഈ നികുതി വർധനവാണ് 1930 ബ്രിട്ടീഷ് സർക്കാരിനെ പിടിച്ചുകുലുക്കിയ ഉപ്പു സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ നയിച്ചത്. 1922 നവംബർ 22 രവീന്ദ്രനാഥ ടാഗോർ വർക്കല ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നു. അവർ തമ്മിൽ നടന്ന സംഭാഷണം തത്സമയം പരിഭാഷപ്പെടുത്തിയത് മഹാകവി കുമാരനാശാനായിരുന്നു. ദീനബന്ധു CF ആൻഡ്രൂസും ടാഗോറിനൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനെ കുറിച്ച് പിന്നീട് ടാഗോർ ഇങ്ങനെ എഴുതി: ഞാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളും സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയിൽ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. വർഷം 1924
ബോൾഷെവിക്കുകളുമായി സഖ്യം ചെയ്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന കുറ്റം ചുമത്തി 1923 മെയ് 31 അറസ്റ്റ് ചെയ്യപ്പെട്ട, കൂടാതെ 1924 മാർച്ചിൽ കാൺപൂർ കോടതിയിൽ കേന്ദ്ര രഹസ്യ പോലീസ് ഫയൽ ചെയ്ത കേസിലെ പ്രതികളുമായ എസ്.എ. ഡാംഗെ, ഷൌക്കത്ത് ഉസ്മാനി, മുസഫർ അഹമ്മദ് എന്ന കമ്മ്യൂണിസ്റ്റുകാരെ 4 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുന്നു. ശിങ്കാരവേലു ചെട്ടിയാർ, രാമചന്ദ്ര ശർമ്മ, എം.എൻ. റോയ് എന്നിവരും കേസിൽ പ്രതികളാണെങ്കിലും ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതിരുന്നതിനാൽ ശിക്ഷിച്ചില്ല. ബോൾഷെവിക് ഗൂഢാലോചന കേസ് എന്ന പ്രസിദ്ധമായ ഈ കേസിനെ കുറിച്ചുള്ള പത്രവാർത്തകൾ ഇന്ത്യയിലെ അനേകം യുവാക്കളെ കമ്മ്യൂണിസത്തിലേക്ക് അടുപ്പിച്ചു. 1924 ഒക്ടോബർ 8 ഡൽഹിക്കടുത്ത് കോഹട്ട് നടന്ന ഹിന്ദു മുസ്ലിം ലഹളക്കെതിരെ ഗാന്ധിജി ഡൽഹിയിൽ 21 ദിവസത്തെ ഉപവാസം ആരംഭിച്ചു. ഈ വർഗീയ ലഹളയിൽ നിരവധി പേർ മരിച്ചിരുന്നു. സെപ്റ്റംബർ 17 ഡൽഹിയിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ വെച്ചാണ് 21 ദിവസത്തെ ഉപവാസം ഗാന്ധിജി പ്രഖ്യാപിച്ചത്. വർഷം 1925. 1925 സെപ്റ്റംബർ 27 വിജയദശമി നാളിലാണ് നാഗ്പൂരിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം RSS രൂപം കൊള്ളുന്നത്. കോൺഗ്രസ് പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഡോക്ടർ കേശവ ബലിറാം ഹെൽഗേവാണ് ഇതിന് നേതൃത്വം നൽകിയത്. ശാരീരിക പരിശീലനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും യുവജനങ്ങളെ ആകർഷിച്ച RSSന്റെ ശാഖകൾ വൈകാതെ വിദർഭ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ആരംഭിച്ചു. തുടർന്ന് രാജ്യമെങ്ങും RSSന് ശാഖകളായി. 1940 MS ഗോൾവൽക്കർ സർസംഘചാലക് എന്ന പരമോന്നത നേതാവായി. ഗാന്ധിവധത്തെ തുടർന്ന് 1948 അടിയന്തരാവസ്ഥയെ തുടർന്ന് 1975 ബാബറി മസ്ജിദ് തർക്കപ്പെട്ട കാലമായ 1998 RSS രാജ്യത്ത് നിരോധിക്കപ്പെട്ടു. 1925 ജൂൺ 14 സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകനും കവിയുമായ CR ദാസ് എന്ന ചിത്തരഞ്ജൻ ദാസ് അന്തരിക്കുന്നത്. 1870 നവംബർ 5 കൽക്കത്തയിൽ ജനിച്ച CR ദാസ് ദേശബന്ധു എന്ന അപരനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. നാരായണ മാസിക 1914 ഫോർവേഡ് എന്ന പത്രം 1923 ആരംഭിച്ചു. പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം വാദിച്ചു. കോൺഗ്രസിന്റെ ഗയാ സമ്മേളനത്തിൽ 1922 അധ്യക്ഷനായി. 1923 ജനുവരി 1 മോട്ടിലാൽ നെഹ്റു തുടങ്ങിയവരുമായി ചേർന്ന് കോൺഗ്രസിനുള്ളിൽ സ്വരാജ് കക്ഷി രൂപീകരിച്ചു. 1924 കൽക്കത്ത കോർപ്പറേഷന്റെ ആദ്യത്തെ മേയറായി. CR ദാസിന്റെ സ്മരണാർത്ഥമാണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യം സ്ഥാപിച്ച ഫാക്ടറികളിലൊന്നായ ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി എഞ്ചിൻ നിർമ്മാണശാലയ്ക്ക് കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ചിത്തരഞ്ജൻ ഫാക്ടറി എന്ന പേര് നൽകിയത്. വർഷം 1926. 1926 ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നവജവാൻ ഭാരത് സഭ രൂപവൽക്കരിക്കുന്നത്. അർദ്ധ സൈനിക യുവജന സംഘടനയായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക, സമത്വാധിഷ്ഠിതമായ സ്വതന്ത്ര ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ഭഗത് സിംഗിന്റെ ലക്ഷ്യം. പിന്നീട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ രാഷ്ട്രീയ പാർട്ടിയുമായി നവജവാൻ ഭാരത് സഭ ലയിച്ചു. 1926 ജനുവരിയിൽ കാൺപൂരിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പരസ്യ സമ്മേളനം ആദ്യമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ചു. ഇതേ വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനപാണി എന്ന ബംഗാളി മാസിക ആരംഭിക്കുന്നത്. മുസഫർ അഹമ്മദ് ആയിരുന്നു മുഖ്യ പത്രാധിപർ. വർഷം 1927. 1927 നവംബർ 8 1919 ഇന്ത്യ ഗവൺമെന്റ് നിയമമായ മോണ്ടേൻ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി ബ്രിട്ടീഷ് സർക്കാർ അഭിഭാഷകനായ ജോൺ സൈമണിന്റെ നേതൃത്വത്തിൽ 7 അംഗങ്ങളുള്ള ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. ഇതാണ് സൈമൺ കമ്മീഷൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. 1919 ഭരണപരിഷ്കാരങ്ങളുടെ 10 വർഷത്തെ പ്രവർത്തനത്തിനു ശേഷം ഇന്ത്യയിലെ ഉത്തരവാദിത്വ ഭരണത്തിന്റെ ഭാവിയെപ്പറ്റി അന്വേഷണം നടത്തുന്നതിന് ഒരു കമ്മീഷനെ നിയമിക്കുമെന്ന് അതിൽ തന്നെ ഉണ്ടായിരുന്ന വ്യവസ്ഥ അനുസരിച്ചാണ് സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത്. ഇന്ത്യക്കാരും അംഗമായിട്ടില്ലാത്ത ഈ അന്വേഷണ കമ്മീഷനെ ഇന്ത്യയിലെ ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. 1927 പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം കോൺഗ്രസ് അംഗീകരിക്കുന്നത്. ഡിസംബർ 26 മുതൽ 28 വരെ ഡോക്ടർ അൻസാരിയുടെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 42ാം വാർഷിക സമ്മേളനത്തിലായിരുന്നു ഇത്. ചെന്നൈയിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ചൈനയുടെ സ്വാതന്ത്ര്യ സമരത്തിന് സമ്മേളനം വിജയാശംസകൾ നേർന്നു. ഇന്ത്യയിൽ നിന്ന് ബർമയെ വേർതിരിക്കാനുള്ള ശ്രമം ബ്രിട്ടന്റെ സാമ്രാജ്യത്വപരമായ ദുർമോഹത്തെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു. പൂർണ്ണമായ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ജനങ്ങളോട് ഈ പ്രമേയം ആഹ്വാനം ചെയ്തു.
പരിപൂർണ സ്വാതന്ത്ര്യ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് ആദ്യമായി കോൺഗ്രസ് അംഗീകരിച്ചത് ഈ സമ്മേളനത്തിലാണ്. വർഷം 1928. 1928 ഫെബ്രുവരി 3-നാണ് സൈമൺ കമ്മീഷൻ അംഗങ്ങൾ മുംബൈയിൽ കപ്പലിറങ്ങിയത്. ഒരൊറ്റ ഇന്ത്യൻ അംഗം പോലും ഇല്ലാത്ത കമ്മീഷനെ ജനങ്ങൾ ബഹിഷ്കരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലിബറലുകളും മുസ്ലിങ്ങളിലെ ഒരു പ്രധാന വിഭാഗവും ബഹിഷ്കരണത്തിൽ പങ്കെടുത്തു. സൈമൺ തിരിച്ചു പോകുക, കമ്മീഷനെ ബഹിഷ്കരിക്കുക തുടങ്ങിയ പ്രതിഷേധ വാക്യങ്ങളും അടച്ചിട്ട കടകമ്പോളങ്ങളും കരിങ്കൊടികളുമാണ് കമ്മീഷൻ അംഗങ്ങളെ വരവേറ്റത്. മുംബൈ ചൌപതി മൈതാനത്തിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ 50,000-ലേറെ ആളുകൾ പങ്കെടുത്തു. ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലും ഹർത്താലും പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും നടന്നു. 1928-ലെ മറ്റൊരു പ്രധാന സംഭവമായിരുന്നു ബർദോളി സമരം. ഗുജറാത്തിലെ ബർദോളി ജില്ലയിൽ കോൺഗ്രസ് വിളിച്ചുകൂട്ടിയ കർഷക സമ്മേളനം നികുതി തോത് പുനഃപരിശോധിക്കുന്നതുവരെ നികുതി നിഷേധ സമരം ആരംഭിച്ചു. 1927 ജൂൺ 30-ന് ഭൂനികുതി 20 മുതൽ 25% വരെ വർദ്ധിപ്പിച്ചിരുന്നു. വർദ്ധിപ്പിച്ച നികുതി കൊടുക്കില്ലെന്ന് കർഷകർ തീരുമാനിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു സമര നേതൃത്വം. നികുതി നിഷേധിക്കുന്നതിനു പുറമെ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഒരു തരത്തിലും സഹകരിക്കരുത് എന്നും ആഹാര സാധനങ്ങളോ വാഹന സൗകര്യമോ അവർക്ക് നൽകരുത് എന്നും കോൺഗ്രസ് കൃഷിക്കാരെ ആഹ്വാനം ചെയ്തു. അക്രമരഹിത സമരത്തിലൂടെ ബർദോളി കർഷകർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവരുടെ നിലവും വീട്ടു സാധനങ്ങളും ഉഴവുകാലികളും സർക്കാർ ജപ്തി ചെയ്തു. എന്നിട്ടും കർഷകർ സഹന സമരം തുടർന്നു. ബർദോളി സമര വാർത്ത ഇന്ത്യ എങ്ങും പടർന്നു. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തും ബർദോളി ദിനം ആചരിച്ചു. പഴയ നികുതി പുനഃസ്ഥാപിക്കാമെന്ന വ്യവസ്ഥയിൽ കോൺഗ്രസ് ബർദോളി സമരം പിൻവലിച്ചു. എന്നാൽ കർഷകരിൽ പലരെയും ജയിലിൽ നിന്ന് വിട്ടയച്ചില്ല. അവർക്ക് ഭൂമി തിരിച്ചു കൊടുത്തില്ല. എങ്കിലും സംഘടിത സമരത്തിന്റെ ശക്തി എന്താണെന്ന് ബർദോളി സമരം തെളിയിച്ചു. ഇന്ത്യക്ക് ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണം ലഭിച്ച വർഷം കൂടിയാണ് 1928. ആംസ്റ്റർഡാം ഒളിമ്പിക്സിലായിരുന്നു ഇന്ത്യ ഹോക്കി സ്വർണം നേടിയത്. 19-ാം ശതകത്തിന്റെ ഉത്തരാർദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഹോക്കി ആദ്യകാലത്ത് പട്ടാളക്കാരുടേത് മാത്രമായ കളിയായിരുന്നു. എന്നാൽ വളരെ വേഗം ഇന്ത്യയിലെ ദേശീയ കളിയായി ഹോക്കി മാറി. ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആണ് ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്ന ഒളിമ്പിക്സ്. ധ്യാൻചന്ദിന്റെ നേതൃത്വത്തിൽ ഹോളണ്ടിനെ ഫൈനൽ മത്സരത്തിൽ തകർത്ത ഇന്ത്യ എല്ലാ കളികളും വിജയിച്ചുകൊണ്ടാണ് കിരീടം നേടിയത്. ധ്യാൻചന്ദ് ഹോക്കി മാന്ത്രികൻ എന്ന പേരിൽ പ്രശസ്തി നേടി. 1928 മുതൽ 1956-ലെ മെൽബൺ ഒളിമ്പിക്സ് വരെ ഇന്ത്യ തുടർച്ചയായി ഹോക്കിയിൽ സ്വർണങ്ങൾ നേടി. 1928 നവംബർ 17-നാണ് പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ലാലാ ലജ്പത് റായ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ് അന്തരിക്കുന്നത്. 1865-ലാണ് ലാലാ ലജ്പത് റായിയുടെ ജനനം. 1887-ലെ അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിനു ശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ ലജ്പത് റായ് സജീവമായി. ഗാന്ധിജിയുടെ നയപരിപാടികളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം. കുറച്ചുകാലം സ്വരാജ് പാർട്ടിയിലെ അംഗമായിരുന്നു. ഭഗത് സിംഗിനോടൊപ്പം തീവ്രപക്ഷവാദിയായി മാറി. വന്ദേ മാതരം എന്ന ഉറുദു ദിനപത്രവും പീപ്പിൾ എന്ന ഇംഗ്ലീഷ് വാരികയും അദ്ദേഹം നടത്തി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന പക്ഷക്കാരനായിരുന്നു ലാലാ ലജ്പത് റായ്. 1928 ഒക്ടോബർ 30-ന് ലാഹോറിൽ സൈമൺ കമ്മീഷനെതിരെ പ്രകടനം നയിക്കുമ്പോൾ പോലീസ് മർദ്ദനമേറ്റ് അദ്ദേഹം കിടക്കയിലായി. പിന്നീട് മരണത്തിലേക്ക് യാത്രയായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പിടിച്ചുകുലുക്കിയ മറ്റൊരു സംഭവമായിരുന്നു ഡിസംബർ 17 നടന്ന ലാഹോർ പ്രതികാരം. ലാലാ ലജ്പത് റായിയുടെ മരണത്തിനിടയാക്കിയ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് സാൻഡേഴ്സിനെ ലാഹോറിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ വെച്ച് ഭഗത് സിംഗും കൂട്ടരും വെടിവെച്ചു കൊന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ ഗൂഢാലോചന കേസ് എന്ന ഈ കേസാണ് 1931-ൽ ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. വർഷം 1929. 1929 മാർച്ച് 20-ന് ബ്രിട്ടീഷ് ചക്രവർത്തിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ചക്രവർത്തിക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള പരമാധികാരം അവസാനിപ്പിക്കുന്നതിന് ശ്രമിച്ചു എന്നും കുറ്റം ചുമത്തി ബ്രിട്ടീഷ് അധികാരികൾ 33 തൊഴിലാളി നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിൽ വളർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മുസഫർ അഹമ്മദ്, എസ്.എ. ഡാംഗെ, പി.സി. ജോഷി, ജി. അധികാരി തുടങ്ങിയവരായിരുന്നു പ്രതികൾ. ഇവർക്കെതിരെയുള്ള മീററ്റ് കോടതിയിൽ നടന്ന കേസ് 4 വർഷം നീണ്ടുനിന്നു. പ്രതികളെ വിവിധ കാലയളവിലേക്ക് കോടതി തടവിൽ ശിക്ഷിച്ചു. മീററ്റ് കേസ് നടത്താനായി മോത്തിലാൽ നെഹ്റു പ്രസിഡന്റും ജവഹർലാൽ നെഹ്റു സെക്രട്ടറിയുമായ ഒരു ഡിഫൻസ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. തടവുകാരെ വിട്ടയക്കണമെന്നുള്ള പ്രസ്താവനയിൽ ഐൻസ്റ്റൈനും ബെർണാഡ് ഷായും H.G. വെൽസും റോമെയിൻ റോളാങ്ങും തുടങ്ങി ലോക പ്രശസ്തർ ഒപ്പുവെക്കുകയുണ്ടായി. ചരിത്രം അവസാനിക്കുന്നതേയില്ല. തുടർഭാഗവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.
ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കും. ദിസ് ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർക്കേസ്.